നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എസ്റ്റമാറ്റിൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണും. സെവൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഈ റിലേഷനിൽ ഒരു ഗ്രോത്ത് ഇല്ലാത്തതിൻ്റെ, അല്ലെങ്കിൽ ഈ റിലേഷൻ നല്ല രീതിയിൽ പോകുന്നില്ല എന്നുള്ള വിഷമം നിങ്ങളുടെ പേഴ്സണലായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലാണെങ്കിൽ അവർ വളരെ വിഷമത്തിലാണ്. ഈ റിലേഷൻ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു വേദനയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. ആ ഒരു പെയിനിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു കോണ്ടാക്ട് വരുന്നതായിട്ടാണ്. അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഫോർ ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ ഒരു റിയൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കേട്ടോ. ഇപ്പം റിലേഷനിൽ എത്രയ്ക്ക് പ്രശ്നങ്ങൾ നടക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും, എന്തൊക്കെ ഒരു അകൽച്ചയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിലും, ഇവിടെ നിങ്ങൾക്ക് തമ്മിൽ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതായിട്ട്, ഒന്നിച്ച് കാണുകയും സംസാരിക്കുകയും നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്, ആ ഒരു റിലേഷൻ്റെ ഡെപ്ത് അത് അത്രയും ഇൻറ്റൻസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. സംസാരിച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻ്റെ ഈ ഒരു ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഇപ്പം സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് അതുപോലെ അവർക്ക് അങ്ങോട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നിങ്ങൾ നേരിട്ട് കണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ആ ഒരു നിങ്ങളുടെ ഇമോഷൻ എന്താണെന്നുള്ളത് നിങ്ങളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാനും, അങ്ങനെ ആ ഒരു റിലേഷൻ ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് വരാനും പറ്റും. നിങ്ങൾ തമ്മിലെ റിലേഷൻ കൂടുതൽ സ്ട്രെങ്തൻ ആവുകയും ചെയ്യും. ഓക്കെ. ഡബിൾ എനർജി കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ചില സമയത്ത് സെൽഫിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടാവാം. അവരുടെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവാം. അതായിരിക്കാം നിങ്ങൾക്ക് ഇത്രയും പെയിൻഫുൾ ആവുന്നത്. അല്ലെങ്കിൽ അവർ നിങ്ങളെ വഴക്ക് പറയുന്നുണ്ടാവാം. നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പെയിൻഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇവർ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ, ഇവർ ട്രൂത്ത്ഫുൾ ആയിട്ട് തന്നെയാണോ നിൽക്കുന്നത്, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പം അവരുടെ അപ്പോഴത്തെ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു റിയാക്ഷൻ അനുസരിച്ചാണ് അവർ ഈ റിലേഷനിൽ, അതായത് നിങ്ങളോട് റിയാക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. 10 ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നത് അത് കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു റിയാക്ഷൻ കാരണം, അല്ലെങ്കിൽ അവർ നിങ്ങളോട് റിയാക്ട് ചെയ്യുന്നത് കാരണം അത് നിങ്ങളെ എത്രമാത്രം ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത്രയും വേദന തരുന്നുണ്ട് ആ ഒരു കാര്യം എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് ചില സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇവർക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടായിരിക്കാം ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത്രയും വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷേ ഈ പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കുന്ന, അല്ലെങ്കിൽ എടുത്തു ചാടി റിയാക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. പിന്നീട് അതേക്കുറിച്ച് വിഷമിക്കുകയും പിന്നീട് സോറി പറയുകയും ചെയ്യുമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ പിന്നീട് അവർക്ക് അതിലൊരു കുറ്റബോധം തോന്നിയാലും ആ സമയത്ത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിന് നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത്രയും വേദന അവരുടെ ഭാഗത്തുനിന്ന് അവർ വേദനിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തികൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 8 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ അവർ പ്രാക്ടിക്കലായിട്ട് അവരുടെ ലൈഫിലെ ഗ്രോത്തിലോട്ട്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലോട്ടൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം ചില സമയത്ത് അവർ ഈ റിലേഷന് വേണ്ടത്ര അറ്റൻഷൻ തരാതെ പോകുന്നു, വേണ്ടത്ര ഇമ്പോർട്ടൻസ് തരാതെ പോകുന്നു എന്നുള്ളതൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് വാൺസ് എനർജിയാണ്.
അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഈ റിലേഷനിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് പെയിൻഫുൾ ആവുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആളോട് തുറന്ന് പറയാം. ആളിനി ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഇമോഷൻ എന്താണ്, നിങ്ങൾക്ക് എത്രമാത്രം ആളുടെ പെട്ടെന്നുള്ള റിയാക്ഷൻസ്, അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി ആൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ എത്രമാത്രം പെയിൻഫുൾ ആക്കുന്നു എന്നുള്ളത് നിങ്ങൾ ആളോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. റിയൂണിയൻ എന്നാണ് കാണിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് കോണ്ടാക്ട് വരെയും റിലേഷനിൽ ഒരു റിയൂണിയൻ ഉണ്ടാവുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. ഇൻഡിസിസീവ് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് അറിയാം എന്നുള്ളതാണ്. അതായത് അവരുടെ ചില സമയത്തുള്ള പ്രവർത്തികൾ നിങ്ങൾക്ക് പെയിൻഫുൾ ആണ് എന്നുള്ളത് അവർക്കറിയാം. അത് അവരെ വേദനിപ്പിക്കുന്നുണ്ട്. അതായത് അവർക്കത് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളെ ചില സമയത്ത് അവർ വേദനിപ്പിക്കുന്നുണ്ട്, അവർ ചില സമയത്ത് എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ തെറ്റായി പോകുന്നുണ്ട്, അപ്പം ചില സമയത്ത് അവർ റിയാക്ട് ചെയ്യുന്ന രീതി ശരിയല്ല എന്നൊക്കെ അവർക്ക് അറിയാം എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധം നിങ്ങളുടെ പേഴ്സണുള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഗിൽറ്റി എന്നാണ് കാണിക്കുന്നത്. കുറ്റബോധം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്രയും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ആ സമയത്ത് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു കുറ്റബോധമുണ്ട്. ആ കുറ്റബോധം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ റിലേഷനിൽ മുന്നോട്ട് വരുന്ന എനർജിയാണ്. അവരായിട്ട് തന്നെ റിലേഷനിൽ ഒരു ആക്ഷൻ എടുക്കുന്നു, നേരിട്ട് കാണാനും സംസാരിക്കാനും ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. 1987, ചോതി 1992, 1994, ഡിസംബർ, മലപ്പുറം, തിരുവനന്തപുരം, ലെറ്റർ ആർ, എറണാകുളം, ഇടുക്കി, 1988, ആയില്യം, ഉത്രാടം, ജൂൺ, 1998, മകീര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.